സ്വർഗീയപിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുവചനം അടികൾക്ക് ഉപകാരമായി വരേണ്ടതിന് അതടികളിൽ വിശ്വാസമായി പരിണമിപ്പാൻ ദൈവം കൃപ ചെയ്യണം. അവിടുത്തെ പുത്രനെ ഞങ്ങൾ ഉയർത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം. അടുത്ത ആഴ്ചയിൽ കർത്താവിനെ കുറിച്ച് നമ്മുടെ വിവാഹിയ മീറ്റിംഗ് സഹായത്തിന്റെ ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഗുരുദേവന്റെ രണ്ടാമത്തെ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം, അതിൻ്റെ 17-ാമത്തെ വായിക്കും. ഗുരുദേവന്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ ഈ വേദഭാഗങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അനന്തര ഫലമായി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, കഴിഞ്ഞ ആഴ്ചകളിൽ മൂടുപടം നീങ്ങിപ്പോകും. ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവിലേക്ക് തിരിയുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവാകുന്ന കർത്താവിലേക്കാണ് ഒരുവൻ തിരിയുന്നത്. അങ്ങനെ തിരിയുമ്പോൾ സ്വാതന്ത്ര്യമുണ്ടാകും. കർത്താവ് ആത്മാവാകുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവെന്നും കർത്താവെന്നും ഒക്കെ ഈ വേദഭാഗത്ത് അനവധി പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നു. അതിന് 3 മുതൽ 7 വരെ ഉള്ളതാകുന്ന വേദഭാഗത്ത് ആത്മാവ് ആത്മാവ് എന്ന് ആവർത്തിച്ച് പുതിയ നിയമത്തെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവം നമ്മളുമായി ചെയ്ത, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരുമായി ചെയ്ത പുതിയ ഉടമ്പടിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് ആത്മാവ്. അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവാകുന്നു, യേശുക്രിസ്തു ആകുന്നു ആ ആത്മാവെന്ന നിലയിൽ, ആ അർത്ഥം വരുന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നു. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകും. അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറുമെന്ന് പറയുന്നു. പിന്നെ പറയുന്നു കർത്താവ് ആത്മാവാകുമെന്ന് പറയുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവാകുന്ന കർത്താവിന്റെ എന്ന് നമ്മൾ വായിക്കുന്നു. ഈ തിരുവചന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പുതിയ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്ന ഈ വാക്കുകൾക്ക് പഴയ നിയമ തിരുവഴുത്തുകളിൽ അതിൻ്റെ സാധുതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസുകളുണ്ട്. 1-2 വാക്യങ്ങൾ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് അതിൻ്റെ നിവൃത്തി എന്തെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ശാന്തമായിട്ട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? 1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. യെഹെസ്കേലിന്റെ പുസ്തകം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം, ചാപ്റ്റർ 36. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ആളുകൊണ്ട് അത്ര പരിചയമില്ലായിരിക്കും. യെഹെസ്കേൽ 36, 26, 27 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായിട്ട് ഹൃദയം നിങ്ങൾക്ക് തരും. നോക്കുക അടുത്ത വാക്യം. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അതുവരെ ഇല്ലാതെ ഇരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുകയാണ്. പുതിയ ഉടമ്പടി, പഴയ ഉടമ്പടി പോലെയല്ല. യെരമ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായം, നമുക്കറിയാവുന്ന വാക്യം തന്നെ, നമുക്ക് എടുത്ത് വായിച്ചു.
31 അതിന്റെ 33 വാക്യം. ഞാൻ ഇനി ചെയ്യാനിരിക്കുന്ന നിയമം ഇതുവരെ ഉണ്ടായിരുന്ന നിയമം പോലെയല്ല. അതവിടെ വിശദീകരിക്കുന്നു. അതിങ്ങനെയാണ് വായിച്ചു. ഞാൻ എന്റെ ന്യായപ്രമാണം, അപ്പോൾ ഇതുവരെ കല്ലുകളിൽ എഴുതി കൊടുത്ത പ്രമാണമായിരുന്നു. അതാണ് നമ്മൾ ഈ 3-ാം അധ്യായത്തിൽ കണ്ടത്. കല്ലുകളിൽ എഴുതിയതാകുന്ന പ്രമാണം. എന്നാൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഉടമ്പടി അങ്ങനെയല്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമുള്ള ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. മാത്രമല്ല, എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കിയിട്ട് ഞാൻ ചെയ്യാനിരിക്കുന്ന നിയമം, ഉടമ്പടി ചെയ്യാനുള്ള പ്രാപ്തി ഞാൻ അവർക്ക് കൊടുക്കാൻ പോയി. അപ്പോൾ പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ ആത്മാവിന്റെ പ്രമാണം എന്നാണ് അതിനെ വിളിക്കുന്നത്. ആത്മാവിന്റെ പ്രമാണമെന്ന് വിളിക്കപ്പെടുന്ന പഴയ നിയമത്തിൽ തന്നെ പ്രവചിച്ചിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ നിവൃത്തിയാണിത് എന്ന് പറയുവാൻ പൗലോസ് ഉപയോഗിക്കുന്ന വാക്കാണ് കർത്താവ് ആത്മാവാകുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പുതിയ ഉടമ്പടി പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ ദൈവം ചെയ്യുന്ന കാര്യമാണ്. കൊരിന്ത്യരുടെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 21-ഉം 22-ഉം കൂടെ ഒന്ന് വായിച്ചു. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും അപ്പോൾ പഴയ നിയമത്തിന്റെ നിവൃത്തി, പഴയ ഉടമ്പടി മാറ്റിയിട്ട് പുതിയ ഉടമ്പടി ഞാൻ ചെയ്യുമെന്ന് പഴയ നിയമ തിരുവെഴുത്തുകളിൽ പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് പുതിയ ഉടമ്പടി. ആ ഉടമ്പടിയുടെ സവിശേഷത കല്ലുകളിൽ എഴുതിയതല്ല, പുറമേ നിന്നുള്ളതല്ല, പിന്നെയോ ഉള്ളിൽ എഴുതുന്നത്. മാത്രമല്ല, അത് ആത്മാവിനാൽ ചെയ്യുന്ന ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഉടമ്പടികളെ കുറിച്ച് താരതമ്യം ചെയ്ത് നമ്മളവിടെ വായിക്കുന്നു. ആകട്ടെ, ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് ഒരാൾ വന്നു എന്നതിന്റെ തെളിവാണ് അത് പൗലോസ് പറയുന്നു. പഴയ നിയമത്തിൽ കല്ലുകളിൽ കൊത്തിയ ഉടമ്പടി ഇസ്രായേലിനുമായിട്ട് ചെയ്തു, വേറെ ആരുമായിട്ടും ചെയ്തില്ല. പുതിയ നിയമത്തിൽ ഹൃദയങ്ങളിൽ ആത്മാവിനാൽ എഴുതുന്ന ഉടമ്പടി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത്. ദൂരസ്ഥരായിരിക്കുന്ന, വിളിച്ചു വരുത്തുന്ന എല്ലാവർക്കും വേണ്ട ഉടമ്പടിയാണ്. യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല. അത് വളരെ വ്യക്തമാണല്ലോ. നിങ്ങളുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരാകുന്ന എല്ലാവർക്കും. ആ ഉടമ്പടിയുടെ തെളിവല്ല. ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് ഒരുവൻ വന്നു എന്നതിന്റെ തെളിവ് അതൊന്നും പോകണ്ട. അതേ അധ്യായം അതിന് 3-ാം വാക്യം ഒന്ന് വായിച്ചു. നോക്കുക. അപ്പോൾ ഈ ഉടമ്പടി ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങളിൽ വെളിപ്പെട്ടു വന്നല്ലോ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിലെ ന്യൂ ഇന്റർനാഷണൽ വെർഷൻ പറയുന്നത് ഇങ്ങനെയാ: You show that you are a letter from Christ. അപ്പോൾ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നു എന്നതിന്റെ തെളിവെന്താ? നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെട്ടു.
പെട്ടെന്ന് മറ്റുള്ളവർക്ക് വായിച്ചറിയത്തക്കതുപോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷ്യപത്രമായി തീർന്നു. അതാ തെളിവ്. മനസ്സിലാക്കണേ? അതല്ലേ പറയുന്നത്. എന്താ തെളിവ്? തെളിവിത ജീവിതം മാറിയോ? മാറിയെങ്കിൽ തെളിഞ്ഞു, പുതിയ ഉടമ്പടിയിലേക്ക് വന്നു. പിന്നെ വായിച്ചു, മൂന്നാം ഭാഗം തുടർന്ന് വായിച്ചു. അത് മഷി കൊണ്ടല്ല. ശ്രദ്ധിക്കണേ, നിങ്ങൾ you show yourself as a letter from Christ. That is the evidence. Nothing else. Nothing else. ഞാൻ അത് emphasize ചെയ്ത് പറയട്ടെ. വേറെ ഒന്നുമല്ല. വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ ഈ പ്രമാണം എഴുതിയെന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവ് നിങ്ങളുടെ ജീവിതം അത് തെളിയിക്കുന്നു. You show yourself as a letter from Christ. സാക്ഷ്യപത്രം, എഴുത്ത്. നിങ്ങളൊരു എഴുത്ത. ആരുടെ എഴുത്ത്? ക്രിസ്തുവിന്റെ എഴുത്ത. നിങ്ങളുടെ ജീവിതം മാറി. രണ്ട്, മാറിയ ജീവിതം എന്ന് മാത്രമല്ല, മാറിയ ഹൃദയം കൂടെ. ഹൃദയം മാറിയത് കൊണ്ടാ ജീവിതം മാറിയത്. മനസ്സിലാക്കണേ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ, കൽപ്പലകയിൽ അല്ല, പിന്നെയോ ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഓക്കേ? ദൈവം നമ്മോട് ചെയ്ത ഈ ഉടമ്പടി തിരുവെഴുത്തിന്റെ പ്രവചന നിവൃത്തിയാണ്. എന്റെ ഹൃദയത്തിൽ ഇത് എഴുതി. കല്ലിലല്ല, എന്റെ മാംസളമാകുന്ന ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദൈവം ഒരു ഉടമ്പടി എഴുതി, ഒരു പ്രമാണം എഴുതി. ആ പ്രമാണം എന്നെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസമാകുന്ന ആ ദിനം യെരൂശലേം ദൈവാലയത്തിന്റെ ആ മുറ്റത്ത് നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. ഇച്ഛിക്കുന്നവൻ എന്ത് കിട്ടും? അവന്റെ ദാഹം തീരുവോളം അവൻ കുടിക്കട്ടെ. എന്റെ അടുക്കൽ വരട്ടെ, കുടിക്കട്ടെ. കുടിച്ചു കഴിയുമ്പോ എന്താ സംഭവിക്കും? തിരുവെഴുത്ത് പറയുന്നത് പോലെ, എവിടെ? യെഹെസ്കേൽ, യെരമ്യാവ് തുടങ്ങിയ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. താഴോട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഉള്ളിൽ ജീവജലം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും, ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വരും. ഹൃദയത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ പത്രമായി തീരുന്നു. ഇതാ തെളിവ്, വേറെ ഒന്നുമല്ല. വേദപുസ്തകത്തിൽ ഇതാ പറഞ്ഞേക്കുന്നത്, വേറെ ഒന്നുമല്ല. ഈ തെളിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ പുതിയ ഉടമ്പടിയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ അല്ല. അത് നമ്മെ തന്നെ പരിശോധിക്കും. ആകട്ടെ, അപ്പോൾ വ്യത്യാസം വന്ന ഹൃദയവും ജീവിതവുമാണ് ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചോ എന്നതിന്റെ അടിസ്ഥാനപരമാകുന്ന തെളിവ്. അങ്ങനെ ആത്മാവാകുന്ന കർത്താവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലേക്ക് വന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ കർത്താവിലേക്ക് തിരിയുന്നവന്റെ, നമ്മൾ കണ്ടു, ഒരു ഫലം മുഴുവൻ മാറിപ്പോകുന്നു. രണ്ട്, സ്വാതന്ത്ര്യമുണ്ടവൻ. എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്? വേദപുസ്തകം കൊണ്ട് തന്നെ
വ്യാഖ്യാനിക്കാനാണ് ഞാൻ എപ്പോഴും ഉത്സാഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവചന ഭാഗങ്ങൾ നമുക്ക് ചേർന്ന് ചിന്തിക്കാം. നിങ്ങൾ ആ വേദഭാഗങ്ങളൊക്കെ കുറിക്കൊള്ളണം. വീട്ടിൽ പോയി അത് ശോധന ചെയ്യണം, വീണ്ടും വായിക്കണം, ആവർത്തിച്ച് അത് ധ്യാനിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊക്കെ നിരന്തരമാകുന്ന മണിക്കൂറുകൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോട്, പല സന്ദർഭങ്ങളിലും ഉപവാസത്തോടും ദൈവവചനത്തിന്റെ മുൻപാകെ ഞാനിരിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയും. ഈ വേദഭാഗങ്ങളൊക്കെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരുത്തി തരും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളിത് ശ്രദ്ധിക്കും. ഇതൊന്നും തന്നെ ഞാൻ ഒത്തുവാക്യങ്ങൾ നോക്കിയൊന്നും എടുത്തല്ല. അത് ഞാൻ ആദ്യമേ പറയട്ടെ. എന്ന് പറഞ്ഞാൽ അതിനോ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. എനിക്കതിനകത്തൊരു സംശയമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, ആ വേദഭാഗങ്ങൾ ഉൾക്കൊള്ളുക, വീട്ടിൽ പോയി കഴിയുമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുക. നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹപ്രദമാകും. ഒന്നാമതായിട്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ ഒരുവൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഒന്നാമത്തെ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നും പിശാചിന്റെ അടിമത്വത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. ഭാഗങ്ങളൊന്ന് വായിച്ചു. പാപത്തിൽ നിന്നും പിശാചിന്റെ അടിമത്വത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യമാണ് ബേസിക് ഫ്രീഡം. ഈ ഫ്രീഡം അനുഭവിക്കാത്തവർ ഇന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചേ ഇവിടുന്ന് പോകാവൂ. കാരണം അടുത്ത നിമിഷം നമ്മുടേതാണോ എന്നറിയില്ല. കാഹളം ധ്വനിക്കും, നമ്മുടെ കർത്താവ് വരുന്നു. അല്ല, നമ്മുടെ മരണം ഏത് നിമിഷവും സംഭവിക്കും. So make sure that you are free indeed. യേശു പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശുവിനോട് മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം. യേശു ക്രിസ്തു ഒഴികെ സ്വാതന്ത്ര്യം തരുന്ന ആരുമില്ല. വേറെ ഒരു വഴിയില്ല, വേറെ ഒരു നാമമില്ല എന്റെ പ്രിയരെ, ഇല്ല. യേശു എന്ന ഏകനാമമേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ ഫനാറ്റിക്കുകൾ എന്നൊക്കെ പറയും, മറ്റുള്ളതിനെ ഉൾക്കൊള്ളാൻ മനസ്സിലാത്തവരെന്ന് പറയും. പക്ഷെ സത്യമായി മറ്റേത് ഭോഷ്ക, അത് വഞ്ചനയാ. ഇത് സത്യം, ഇതേ ഉള്ളൂ സത്യം, വേറെ ഒന്നും സത്യമില്ല. Absolute truth താരതമ്യേന മനസ്സിലാകുന്ന ഭാഷയിൽ പറയാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഒരുവൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വായിക്കണം. ജലഭാഗം പ്രവൃത്തി 26:18. Acts of the Apostles chapter 26. നോക്കുക, എന്തെല്ലാം അവിടെ ലഭിക്കുന്നു. പാപമോചനം, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം കിട്ടുന്നു. പിന്നെ അവരുടെ കണ്ണു തുറക്കുന്നു. പിന്നെ അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. അടുത്തത് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിപ്പാൻ. അപ്പോൾ ഇത്രയും അടിമത്വത്തിലായിരുന്നു നമ്മൾ. എന്തൊക്കെ അടിമത്വം? സാത്താന്റെ അധികാരം, അന്ധമായ കണ്ണുകൾ, അന്ധകാരത്തിലെ ജീവിതം. പിന്നെ എന്താ? നോക്കുക, ഈ അടിമത്വത്തിലായിരുന്നു നമ്മൾ. എന്നാൽ നമ്മളെ എങ്ങോട്ട് തിരിക്കാനാണ് കർത്താവ് വന്നത്? ദൈവത്തിങ്കലേക്ക് തിരിയുക. നോക്കിയാൽ കർത്താവിങ്കലേക്ക് തിരിയുക, ദൈവത്തിങ്കലേക്ക് തിരിയുക, മാനസാന്തരം. ഇതിന് വേദപുസ്തകം വിളിക്കുന്നത് സ്വാതന്ത്ര്യം, അടിമത്വത്തിൽ നിന്നുള്ള ആകുന്ന വിടുതൽ.
ചില വാക്യം കൂടി ഒന്ന് വായിച്ചു. എഫേസ്യർ 2:1 മുതലുള്ള വാക്യങ്ങൾ. നോക്കിയ അവയിൽ ഈ അതിക്രമങ്ങളിലും പാപങ്ങളിലും നിങ്ങൾ എന്തിനെ അനുസരിച്ച് നടന്നിരുന്നു? ഒന്ന്, ഈ ലോകത്തിന്റെ കാലഗതിയെയും പിന്നെ നോക്കിയ അനുസരിക്കാത്ത സകലരിലും എന്താ ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? നടന്നിരുന്നു. നമ്മൾ അടിമത്വത്തിലായിരുന്നു. താഴോട്ട് പൗലോസ് പറയുന്നത് അങ്ങനെ ആയിരുന്നു. എഴുത്ത കൃപയാൽ നമ്മളെ എന്ത് ചെയ്തു? രക്ഷിച്ചു. കർത്താവിലേക്ക് തിരിയുവാനുള്ള ഭാഗ്യം ലഭിച്ചപ്പോൾ നമ്മെ അവിടെ നിന്ന് വിടുവിച്ചു. പ്രിയരെ, ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു വാക്കിൽ പറഞ്ഞാൽ വേറെ ഒരു പുതിയ അടിമത്വമാണ്. പക്ഷെ ആ അടിമത്വം ഭയങ്കര സന്തോഷമുള്ള അടിമത്വം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി. പിന്നെയോ മറ്റൊരു ബ്ലെസ്സഡ് സ്ലൈവറിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരിക. അതാ ക്രിസ്തു. പൗലോസ് എപ്പോഴും പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയും. എന്ന് പറഞ്ഞ എന്താ? ഡൂലോസ്. വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു അടിമയാണ്. അടിമച്ചന്തയിൽ പഴയ യജമാനന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ഇപ്പൊ ഞാൻ ഒരു നല്ല യജമാനത്തെ അടിമയാണ്. പക്ഷെ അത് സ്വാതന്ത്ര്യം. മറ്റേത് അടിമത്വമായിരുന്നു. പക്ഷെ ആ യജമാനൻ ഭോഷ്ക പറയുന്നവനും ഭോഷ്കിന്റെ അപ്പനും അതുകൊണ്ട് പറയുന്നത് എന്നറിയാമോ? ഇതാ അടിമത്വം എന്ന് അവനോട് പറയുന്നത്. എന്റെ കാര്യമില്ല. അവൻ വന്ന് പറയും ആ അടിമത്വത്തിൽ നിന്നും രക്ഷ നേടുന്ന at the works of being free. ആ പ്രകാശനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരോട് പറയും നോക്കി 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 ഒന്ന് ചിന്തിച്ച്. പണ്ട് എന്നോ സുഖം എന്നോ വേണേ പറയാം, എന്തു വേണേ ചിന്തിക്കാം, എന്തു വേണേ കാണാം, ഏത് കൂട്ടുകെട്ടിലും അകപ്പെടാം. ഇതല്ലേ സ്വാതന്ത്ര്യം? ചിന്തിക്കണേ ചിന്തിക്കണേ. എന്ന് വേണമെന്ന് പറയാം. വെജിറ്റേറിയനും പറയാം, നോൺ വെജിറ്റേറിയനും പറയാം. ഒരു റെസ്ട്രിക്ഷനും എന്തോ വേണേ കാണാം, എങ്ങനെ വേണേലും ചിരിക്കാം, ഏത് വസ്ത്രം വേണേലും ഇടാം. ഇപ്പൊ അങ്ങനല്ലല്ലോ. അപ്പൊ ഏതാ അടിമത്വം? ഈ ഭോഷ്കിന്റെ അപ്പൻ വന്ന് ഭക്തിയുടെ വേഷം ധരിക്കുകയും അതിന്റെ ശക്തി ത്യജിക്കുകയും ചെയ്യുന്നവരുടെ കാതിൽ ഇങ്ങനെ മന്ത്രിച്ചോണ്ടിരിക്കും. മറ്റേതായിരുന്നു ഫ്രീഡം. ഇത് അടിമത്വ. എന്നാൽ അതല്ല സ്വാതന്ത്ര്യം. അത് ക്രമേണ നിന്നെ നശിപ്പിച്ച് എന്നേക്കും നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മെ അല്യൂറ് ചെയ്യുന്ന, നമ്മളെ വശംവദരാക്കുന്ന, നമുക്ക് താല്പര്യം തോന്നത്തക്ക നിലയിൽ സകല മോഹവും ജനിപ്പിക്കുന്ന ആ ഭോഷ്കിന്റെയും കൊലപാതകന്റെയും അപ്പന്റെ ഭോഷ്കാരെന്ന് തിരിച്ചറിഞ്ഞ് ശരണത്തിനായി സ്വാതന്ത്ര്യത്തിനായി യേശുവിന്റെ അരികിലേക്ക് വന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് കളവായിരുന്നു.
റെഫർ ചെയ്യാറുള്ള ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പഴയ പാട്ടുകാരൻ പറഞ്ഞതിങ്ങനെ, ഇമ്പം പാപം നൽകുമെന്ന് അഴിഞ്ഞു ചെയ്ത് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ് അതേറെ തുമ്പം തന്നതിനാൽ ഭയന്നു. അത് തോന്നിയിട്ടുണ്ടോ? പാപം ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഭയം വിട്ടോടിയ ആ സങ്കേത നഗരത്തിലേക്ക് ഓടി ജീവരക്ഷ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ആ പാട്ടിന്റെ വരികളെല്ലാം തന്നെയാണ്.